ഒന്നാം അധ്യായത്തിൻ്റെ 45 വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം അതിൻ്റെ 45 വാക്യം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, മതി 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 നാം കഴിഞ്ഞ 2 ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വിഷയം യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവൻ ആർ എന്ന ചോദ്യത്തിന് ഉള്ള മറുപടിയാണ്. കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. ഇവൻ എങ്ങനെയുള്ളവൻ? ഇവൻ ആർ എന്ന ചോദ്യമാണ് നമ്മുടെ ഈ 3-ാമത്തെ ആഴ്ചയിലേക്ക് വന്നു നിൽക്കുന്നത്. ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നാം കാണുന്ന പല ഭാഗങ്ങളിൽ ഉള്ള പരാമർശങ്ങളെ കാണുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആധാരമാക്കി നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു പോന്നതായ കാര്യങ്ങൾ, അവിടെ നാം കണ്ടത് യഹൂദന്മാരോട് യേശുക്രിസ്തുവിന്റെ സംഭാഷണമാണ്. അവിടെ പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു, എങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഈ പരാമർശത്തെ ആധാരമാക്കി നാം ചിന്തിക്കുവാനിടയായി. അപ്പോൾ തിരുവെഴുത്തുകൾ സാക്ഷ്യം വഹിക്കുന്നവനായ യേശുവിനെ നമ്മൾ കണ്ടു. അവയിൽ, ആ തിരുവെഴുത്തുകളിൽ ജീവനുണ്ട് എന്നുള്ളതും നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അപ്പോൾ ജീവനുള്ള തിരുവെഴുത്തുകൾ സാക്ഷ്യം വഹിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികൾ തന്നെ പിതാവ് അയച്ചതാണ് എന്ന് ഉറപ്പിക്കുന്ന സാക്ഷ്യം വഹിക്കുന്നതായി നാം കാണുവാൻ തക്കവണ്ണം ഇടയായി. അതേപോലെ തന്നെ ഈ യേശുക്രിസ്തു ഏകാസത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നുള്ള വസ്തുതയും നമുക്ക് പരിശോധിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇങ്ങനെ ബഹുവിധമായ വിഷയങ്ങൾ നാം കണ്ടു. അപ്പോൾ തന്നെ മശിഹയെ കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യാശയെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയായി. യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ സാക്ഷ്യം വഹിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ഈ വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബഹുവിധമായ കാര്യങ്ങൾ കാണുവാൻ ഇടയായി. ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ച വചനഭാഗത്തിലേക്കാണ്. ഇവിടെ ഫിലിപ്പോസ് എന്ന ഒരുവൻ നഥനയേൽ എന്ന മറ്റൊരുവനെ കണ്ടപ്പോൾ ഈ നഥനയേലിനോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു, അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് ഫിലിപ്പോസിന് നഥനയേൽ എന്ന വ്യക്തിയോട് പറയാനുള്ള സന്ദേശം. അപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടവർ, യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടെ നടന്നവർ, യേശുക്രിസ്തുവിനെ കുറിച്ച് ഓരോരുത്തരും എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള അടിസ്ഥാന വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ യേശുക്രിസ്തു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ കണ്ടപ്പോൾ ചോദിച്ച ചോദ്യമാണ്, കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന ചോദ്യം. യേശുക്രിസ്തു ഓരോരുത്തരെയും വിളിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിനെ കുറിച്ച്
അവൻ ആര് എന്നുള്ള വിഷയത്തിൽ ഓരോ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഈ അഭിപ്രായങ്ങളൊക്കെയും ഉരുത്തിരിഞ്ഞത് എവിടെ നിന്നാണ്? ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വചനഭാഗം നമ്മെ ഉറപ്പിക്കുന്നത്. നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു, അവയിൽ നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പോൾ തിരുവെഴുത്തുകൾ സാക്ഷ്യം പറയുന്നവനായ ഈ യേശുവിനെ കുറിച്ച് വിവിധ ജനങ്ങൾ അഭിപ്രായം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതിൽ ഒന്ന് ശിമിയോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ഈ അന്ത്രയോസ്. ഈ അന്ത്രയോസ് യോഹന്നാൻ യേശുവിനെ കുറിച്ച്, യേശു കടന്നു പോകുമ്പോൾ ഇവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടാണെന്നും ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നും പറഞ്ഞത് കേട്ടിട്ട് അതിൽ നിന്നും അവർ കാത്തിരിക്കുന്ന ഒരുവനെയാണ് ഈ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കി യേശുവിനെ അനുഗമിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അങ്ങനെ യേശുവിനെ അനുഗമിച്ച 2 ശിഷ്യന്മാർ, യോഹന്നാന്റെ ശിഷ്യന്മാർ, അവരിൽ ഒരുവനായ അന്ത്രയോസ് തന്റെ സഹോദരനായ ശിമയോനോട് ചെന്ന് പറയുന്നത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. അതിന്റെ 41-ാം വാക്യം. അവന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശീഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്ത്രയോസ് ആദ്യം യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി കണ്ടെത്തിയത് തന്റെ സഹോദരനായ ശിമോനെയാണ്. ശിമയോനെ കണ്ടപ്പോൾ ശിമയോനോട് ഈ അന്ത്രയോസ് പോയി പറഞ്ഞത് എന്താണ്? നമ്മളിവിടെ വായിച്ചു കേട്ടത്, അവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: ഞങ്ങൾ മശീഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഈ പത്രോസിനെ അഥവാ ശിമയോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നതായി നാം കാണുന്നു. യേശുവിന്റെ അടുക്കൽ ശിമയോൻ എത്തിയപ്പോൾ ശിമയോനോട് യേശു പറയുന്നത് എന്താണ്? യേശു അവനെ നോക്കി പറയുകയാണ്, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും, അതിന് പത്രോസ് എന്നാകുന്നു. അത് ഈ കേഫ എന്ന് പറഞ്ഞാൽ പത്രോസ് എന്നാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ത്രയോസ് യേശുവിനെ മശിഹ അഥവാ ക്രിസ്തുവായി മനസ്സിലാക്കി. തിരുവെഴുത്തുകൾ സാക്ഷ്യം പറയുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. സ്നാപകനായ യോഹന്നാൻ യേശുവിനെ മനസ്സിലാക്കി. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ യോഹന്നാൻ പറയുന്ന യേശു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ്. ആ കുഞ്ഞാട് ക്രിസ്തുവാണെന്ന്, മശിഹയാണെന്ന് ഈ യോഹന്നാന്റെ ശിഷ്യനായ അന്ത്രയോസിന് മനസ്സിലാകുന്നു. അന്ത്രയോസ് ഇത് വന്ന് തന്റെ സഹോദരനോട് പറയുന്നു. ഇതിനു ശേഷമാണ് യേശു ഫിലിപ്പോസിനെ കാണുന്നത്. ഫിലിപ്പോസിനെ കണ്ട യേശു ഫിലിപ്പോസിനോട് പറയുന്നത് എന്താണ്? എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസിനെ കണ്ട യേശു തന്നെ അനുഗമിക്കുവാനുള്ള തന്റെ ക്ഷണം അവന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. ആ ക്ഷണം യേശുവിനെ അനുഗമിച്ച ഫിലിപ്പോസ് നഥനയേൽ എന്ന ആളിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഈ നഥനയേലിന്റെ അടുക്കിലേക്ക് ഫിലിപ്പോസ് ചെല്ലുമ്പോൾ ഫിലിപ്പോസിന് യേശുവിനെ കുറിച്ച് പറയുവാനുള്ള സാക്ഷ്യം എന്താണ്? അതാണ് കുറച്ചുകൂടി വിശദമായി പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നത്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ. ഓക്കെ, അപ്പോൾ ന്യായപ്രമാണത്തിൽ മുന്നമേ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നവനായ യേശു ക്രിസ്തു, പ്രവാചകന്മാർ മുന്നമേ പ്രവചിച്ചിരിക്കുന്ന യേശു ക്രിസ്തു, ഇങ്ങനെ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും മുന്നമേ പറയപ്പെട്ടിരിക്കുന്നവനായ യേശുവിനെയാണ് 18-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആവർത്തനം 18:18.
അവിടെ യഹോവയായ ദൈവം മോശയോട് നൽകുന്ന വാഗ്ദത്തത്തെ കുറിച്ച് മോശ പറഞ്ഞിരിക്കുന്നതാണ് നാം കാണുന്നത്. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഞാൻ ചോദിക്കും. അപ്പോൾ ന്യായപ്രമാണത്തിൽ മോശെ പറയുന്ന യേശു, മോശയോട് ദൈവം വാഗ്ദത്തം ചെയ്തവനായ യേശു, ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് മോശ പറഞ്ഞതെന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും ആര് പറഞ്ഞെന്നാണ്? മോശ പറഞ്ഞുവല്ലോ എന്ന് യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി 3:22 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് പ്രാപിച്ചവനായ മോശെ ഈ യേശുവിനെ കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് യേശുവിനോട് കൂടെ നടന്നവരായ ശിഷ്യന്മാർ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പത്രോസും യോഹന്നാനുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 7-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ അവിടെ സ്തേഫാനോസ് പറയുന്നത് കൂടി നമുക്ക് വായിക്കാവുന്നതാണ്. 37-ാം വാക്യം അപ്പോസ്തല പ്രവർത്തികൾ 7:37 വായിക്കാം. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് സ്തേഫാനോസ് പറയുന്നതാണ്, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്നൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശെ അവൻ തന്നെ എന്ന് ഇവിടെ എടുത്തു പറയുന്നു. അപ്പോൾ ആവർത്തന പുസ്തകത്തിൽ അഥവാ ന്യായപ്രമാണ പുസ്തകത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അതിൻ പ്രകാരമുള്ളവനെ, ആ പറഞ്ഞിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഇവിടെ ഫിലിപ്പോസ് വന്ന് നഥനയേലിനോട് പറയുന്നതാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ തിരുവെഴുത്തുകളെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ യേശുവിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ്. ഈ യേശുവിന്റെ ക്ഷണം ഒക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഈ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നു. ഇവൻ ക്രിസ്തുവാണ്, ഇവൻ മശിഹയാണ്, ഇവനെ കുറിച്ചാണ് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്, ഇവനെ കുറിച്ചാണ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി പ്രവാചക പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചിലത് കൂടി സൂചിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. മീഖ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. മീഖ 5-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. മീഖ 5-ാം അധ്യായം 2 മുതൽ. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വചനഭാഗം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ ജനനശേഷം നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. അവിടെ ഹെരോദാവിന്റെ കാലത്ത് വിദ്വാൻമാർ, യേശുക്രിസ്തു അവിടെ ജനിച്ച ശേഷം വിദ്വാൻമാർ യെരുശലേമിലെത്തി.
അങ്ങനെ ഈ യേശുവിനെ അന്വേഷിച്ച് വരികയാണവർ. അവർ അന്വേഷിച്ചു വരുന്നത് ആരെയാണ് എന്ന് നമുക്ക് തുടർന്ന് വരുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ അവർ അന്വേഷിച്ചു വന്നത് ആരെയാണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യവുമായിട്ടാണ് ഈ വിദ്വാൻമാർ ബേത്ലഹേമിൽ വരുന്നത്. അവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. കാരണം അവർ അന്വേഷിച്ചു വരുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെയാണ്. നമ്മൾ മീഖയുടെ പുസ്തകത്തിൽ വായിച്ച വചനഭാഗം വിട്ടുപോകരുത്. അവിടെ വായിച്ചത് എങ്ങനെയാണ്? നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും, അടുത്ത ഭാഗം വായിക്കേ, ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പോൾ ഇവിടെ ഇവരാരെയാണ് അന്വേഷിച്ചു വന്നത്? പ്രവാചക പുസ്തകങ്ങളിൽ മീഖ 5:2 പറയപ്പെട്ടിരിക്കുന്നതായ ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവനെ അന്വേഷിച്ചു വരുന്നവരാണ്. അവർ ഇസ്രായേലിന്റെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അവന്റെ നക്ഷത്രം, അടയാളമായ നക്ഷത്രം കണ്ടിട്ട് അന്വേഷിച്ചു വരുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നാം വളരെ ശ്രദ്ധയോടെ പരിശോധിക്കണം. അങ്ങനെ ഈ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ അന്വേഷിച്ചു വരുമ്പോൾ അവിടെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. എങ്കിലും ഇവർ അന്വേഷിച്ചു വന്നത് കണ്ടിട്ട് ഹെരോദാവും യെരുശലേമൊക്കെയും ഭ്രമിച്ചു പോയി. അവരെന്നിട്ട് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തിയിട്ട് അവരോട് ചോദിച്ചു, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന്. അപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ ക്രിസ്തുവാണെന്നുള്ള ഐഡിയ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ചോദ്യം മുന്നോട്ട് വെച്ചത്. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ഈ പറഞ്ഞ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു. കാരണം തിരുവെഴുത്തുകളിൽ പറയപ്പെട്ടിരിക്കുന്നവൻ, പ്രവാചക പുസ്തകങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നവൻ, അവനെ കുറിച്ച് അവർക്ക് കൃത്യമായ അറിവുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ അടയാളമായ നക്ഷത്രങ്ങളോടുകൂടിയവനായവനെ അന്വേഷിച്ചു വന്ന വിദ്വാൻമാരുടെ മുമ്പിൽ അവർക്ക് ഇവരാരെ കുറിച്ചാണ് ചോദിക്കുന്നത് കൃത്യമായ അറിവുണ്ടായി. ക്രിസ്തു എവിടെ നിന്നാണ് ജനിച്ചു വരുന്നതെന്ന ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അവർ എന്ത് ചെയ്തു? യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ അതിന്റെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. മത്തായി 2:6 യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. എന്റെ ജനമായി ഇസ്രായേലിനെ മേയ്പാനുള്ളവൻ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന് പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നുവെന്ന വചനഭാഗം കൂടി അവിടെ ഉറപ്പിനും സ്ഥിരതയ്ക്കുമായി കൊടുത്തു. പ്രിയരെ, മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവൻ, മോശ സാക്ഷ്യം വഹിച്ചവൻ, പ്രവാചകന്മാർ സാക്ഷ്യം വഹിച്ചവനായ അവനെയാണ് ഫിലിപ്പോസ് കണ്ടെത്തി എന്ന് ഇവിടെ നഥനയേലിനോട് പറയുന്നത്. അപ്പോൾ തിരുവെഴുത്തുകളിൻ പ്രകാരം പ്രവചിക്കപ്പെട്ട മശിഹ, ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടതിനായിട്ട് നിയമിക്കപ്പെട്ടവൻ, വാഗ്ദത്തം ചെയ്യപ്പെട്ടവനാണ് ഈ യേശു എന്നുള്ളതിനെ തിരുവെഴുത്തുകൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിധത്തിൽ തിരുവെഴുത്തുകളെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അവയിൽ ജീവൻ ലഭിക്കാനായി ആരുടെ അടുക്കൽ ചെല്ലണമെന്നുള്ള ബോധ്യമുള്ളവർ യേശുവിന്റെ അടുത്തേക്ക് വരുന്നതായി നാം കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചവനായ ഫിലിപ്പോസ് ചെയ്തത് എന്താണ്? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം നാം കാണുന്നുണ്ട്. അവിടെ ഈ ഫിലിപ്പോസ് ചെയ്യുന്നത് ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ വേണ്ടി തീക്ഷ്ണതയോടെ ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ അതിന്റെ 22-ാം വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9:22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ശൗലോ
എന്ന് പറഞ്ഞാൽ ഈ ശൗൽ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പൗലോസ്. പൗലോസ് എന്ത് ചെയ്തു? മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. അപ്പോൾ എങ്ങനെയാ തെളിയിക്കാൻ പറ്റുന്നത്? ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുന്നത്? തിരുവെഴുത്തുകൾ ആധാരമാക്കി. അവിടെ പാർക്കുന്ന യഹൂദന്മാരെ പരസ്യമായി മിണ്ടാതാക്കി കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പ്രതിവാദമില്ലാതെ വണ്ണം തിരുവെഴുത്തുകളുടെ ആധാരത്തിൽ ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് യഹൂദന്മാർക്ക് പ്രതിവാദമില്ലാതെ വണ്ണം അവരെ മിണ്ടാതാക്കി കളഞ്ഞു എന്നാണ് നാം കാണുന്നത്. അപ്പൊ ഈ യേശു ആരാണ്? തിരുവെഴുത്തുകളിൽ പറയപ്പെട്ടിരിക്കുന്ന ക്രിസ്തു, ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവൻ, മശിഹ, ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ. ഈ ആധിപത്യത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ അപ്പോസ്തലന്മാരെ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണവും ചെയ്ത ശേഷം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വചനഭാഗം കൂടി നമുക്ക് പരിശോധിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 30, 31, 32 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ന്റെ 30, 31, 32. നിങ്ങൾ ആരാണ്? യഹൂദന്മാർ. ഈ യഹൂദന്മാരോടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഇതിന് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് സാക്ഷ്യത്തോടു കൂടി ഉറപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. അപ്പോൾ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന പ്രവചനവാക്യങ്ങൾ അതിനെ ഉറപ്പിച്ചുകൊണ്ട് യഹൂദന്മാർ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ ദൈവം ഉയിർപ്പിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേലിന് പാപമോചനവും മനസാന്തരവും നൽകുവാൻ തക്കവണ്ണം അവനെ, ഈ യേശുവിനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാം സാക്ഷ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. ഈ യേശുവിനെ ഉയർപ്പിച്ചത് ആരാണെന്നാണ് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ യഹൂദന്മാരോട് പറയുന്നത്. ആരാണ് ഈ യേശുവിനെ ഉയർപ്പിച്ചത്? ആരുടെ പിതാക്കന്മാർ? നമ്മുടെ ഈ യേശുവിന്റെ ശിഷ്യന്മാർ യഹൂദന്മാരോട് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഈ അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ഈ യഹൂദന്മാരും ഇവർക്ക് 2 കൂട്ടർക്കും ഒരുപോലെ ബാധകമായിരിക്കുന്ന ഒരുവനാണ് ഈ പിതാക്കന്മാരുടെ ദൈവമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ആരെയാണ് ഈ പിതാക്കന്മാരുടെ ദൈവമെന്ന് ഇവർ അഡ്രസ് ചെയ്തിരിക്കുന്നത്? ഇതാരെ കുറിച്ചാണ്? ബൈബിളിൽ നമ്മൾ ആദ്യോടൊന്നും പരിശോധിച്ചാൽ പിതാക്കന്മാരുടെ ദൈവമെന്ന് ആരെയെങ്കിലും അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരുവനെ കുറിച്ച് മാത്രമാണ്. ആരാണത്? എവിടെയാണ് നമ്മൾ ഈ പ്രയോഗം കാണുന്നത്? ആദ്യമായി കാണുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ. ആരാണ് ഈ പിതാക്കന്മാരുടെ ദൈവം? അത് യഹോവയാണെന്ന്
ഈ യഹോവ എന്നുള്ള ഉച്ചാരണത്തിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എബ്രായ ഭാഷയിൽ യോദ്, ഹേഹ്, വാവ്, ഹേഹ് എന്നീ 4 അക്ഷരങ്ങളിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യ, ഹ, വ, ഹ. അപ്പോൾ പിതാക്കന്മാരുടെ ദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ആരെയെങ്കിലും അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരുവനെ മാത്രമാണ്. അവൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി പിതാക്കന്മാരുടെ ദൈവമായവനാണ്. ആ ഒരു അഡ്രസ്, ആ ഒരു അഭിസംബോധന മറ്റൊരുത്തനും വിശുദ്ധ വേദപുസ്തകത്തിൽ കാണിക്കാനില്ല. അപ്പോൾ യഹൂദന്മാർ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ ഉയിർപ്പിച്ചത് ആരാണ്? പിതാക്കന്മാരുടെ ദൈവമാണ്. ഈ പിതാക്കന്മാരുടെ ദൈവത്തിന് മാത്രമായി ബൈബിളിൽ കാണുന്ന വിശേഷണം എന്താണ്? അവൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്. അവന് യോദ്, ഹേഹ്, വാവ്, ഹേഹ് എന്നീ 4 അക്ഷരങ്ങളിലാണ് എബ്രായ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഉച്ചാരണം കൊടുത്തുകൊണ്ട് യാഹുവ എന്ന് ആൾക്കാർ ഉച്ചരിക്കുന്നുണ്ട്. ഈ യാഹുവയെ തെറി പറയുന്ന അനേകരെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വിശുദ്ധ തിരുവെഴുത്തുകൾ യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ ഉറപ്പിച്ചരക്കിട്ടിരിക്കുന്നത് ഈ പറഞ്ഞവനാണ്. ഇവർ അനാവശ്യം പറയുന്ന, ഇവർ ആക്ഷേപിക്കുന്ന ഈ ദൈവമാണ് യേശുവിനെ ഉയിർപ്പിച്ചതെന്നും ഇസ്രായേലിന് പാപമോചനവും മനസാന്തരവും നൽകുവാൻ രക്ഷിതാവായും പ്രഭുവായും തന്റെ വലങ്കയാൽ ഉയർത്തിയവനെന്നും വളരെ കൃത്യമായി ഇവിടെ നമ്മുടെ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ പറയുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഉറപ്പിച്ചത് പഴയ നിയമത്തിൽ യാഹുവ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവനായ ദൈവം യേശുവിനെ ഉയിർപ്പിച്ചവനാണ്. യേശുവിനെ ഉയിർപ്പിച്ചവനാണ്. യേശുവിനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയവനാണ് ഈ പറഞ്ഞിരിക്കുന്ന ആ ദൈവം. അത് ഞാനോ മറ്റാരെങ്കിലുമല്ല, യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ പറഞ്ഞ ദൈവത്തെ യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ വളരെ കൃത്യതയോടുകൂടി യേശുക്രിസ്തുവോട് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 12:26 ഒന്ന് വായിക്കാം. മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം ആരോട്? മോശയോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാണ് എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ല. എവിടെ വായിച്ചിട്ടില്ല എന്നാണ്? അതാ ഇച്ചിരി മുമ്പ് നമ്മൾ വായിച്ചത്. മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയോട് ദൈവമാണ് അരുളി ചെയ്തത്. എന്താണ് അരുളി ചെയ്തത്? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണെന്ന്. അപ്പോൾ മോശയോട് മുൾപ്പടർപ്പ് ഭാഗത്ത് അരുളി ചെയ്തവനാണ് ദൈവമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അർത്ഥശങ്കയ്ക്കില്ലാതവണ്ണം ഉറപ്പിച്ചിരിക്കെ ഈ ദൈവത്തെ ഏതു കാരണത്താലും ആക്ഷേപിക്കുന്നവരും അനാവശ്യം പറയുന്നവരും അവർ ക്രിസ്ത്യാനികളല്ല, ക്രിസ്തുവിന്റെ ശിഷ്യരല്ല, യേശു ക്രിസ്തുവിന്റെ അനുഗാമികളല്ല എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി കർത്താവായി യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ദൈവം, അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ദൈവം, ആ ദൈവത്താൽ അഭിഷേകം ചെയ്ത് അയക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു. ആ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവനാണ് ഈ പറഞ്ഞിരിക്കുന്ന ദൈവം. ഈ യേശുവിനെ ഈ ദൈവം ഉയിർപ്പിച്ചിട്ട് ഇസ്രായേലിന് പാപമോചനവും മനസാന്തരവും നൽകുവാൻ തക്കവണ്ണം രക്ഷിതാവായും പ്രഭുവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. അപ്പോൾ അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവും തിരുവെഴുത്തുകളും പ്രവാചകന്മാരും ഒരുപോലെ ഉറപ്പിച്ചിരിക്കുന്ന ഈ വസ്തുതകൾ, ഇവയിലാണ് നമുക്ക് ജീവനുള്ളത്. ഈ ജീവനുള്ള വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറണം. തിരുവെഴുത്തുകൾ സാക്ഷ്യം പറയുന്ന യേശു
ദൈവത്തിന്റെ മശിഹയാണ്, ദൈവത്തിന്റെ ക്രിസ്തുവാണ്, രക്ഷയ്ക്കായി ദൈവത്താൽ അയക്കപ്പെട്ട മശിഹയാണ്. മാനവജാതിയുടെ രക്ഷയ്ക്കായി, ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി, സകലരുടെയും രക്ഷയ്ക്കായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ക്രിസ്തു അഥവാ മശിഹയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഉറപ്പിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ ധ്യാനം അവസാനിപ്പിക്കാവുന്നതാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ കൂടി വായിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രനാണെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യേശു ആരാണ്? ദൈവപുത്രനാണെന്ന്, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. ആകയാൽ പ്രിയരെ, ദൈവപുത്രനായ ക്രിസ്തു അവന്റെ അടുക്കലേക്ക് വരുന്നവർക്ക് ജീവനുണ്ട്. തിരുവെഴുത്തുകൾ ഇവന് സാക്ഷ്യം പറയുന്നു. പ്രവാചകന്മാരും മോശയും ന്യായപ്രമാണവും സാക്ഷ്യം വഹിക്കുന്ന ഈ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് ജീവൻ പ്രാപിക്കാൻ കഴിയും. ആയതിനായി ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. വചനത്തിന്റെ മുൻപിൽ സമർപ്പണമുള്ളവരായി മാറാം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങളൊക്കെയും യേശു പറയുന്നത് ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. ഞാൻ സ്വയമായി സംസാരിക്കാതെ എന്നെ അയച്ച പിതാവ് എന്നോട് ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നു എന്നാണ് യേശു ക്രിസ്തുവിന് പറയാനുള്ളത്. ഈ പിതാവിന്റെ കൽപ്പന നിത്യജീവനാണ് എന്ന് തിരിച്ചറിഞ്ഞ് വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് ജയാളികളായി മുന്നേറുവാൻ നമുക്കൊരുത്തർക്കും കഴിയട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ദൈവകൃപയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജയകരമായ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കുമ്പോൾ തോമസ് വട്ടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.